ഗൗരവത്തിലുള്ള വരവും ഇരുത്തവും ജനങ്ങൾക്ക് ആത്മവിശ്വാസമായിരുന്നു. പിണറായി വിജയനെ പ്രശംസിച്ച് കെ.ടി. ജലീൽ. കേരളത്തോട് മാപ്പ് പറയാനും ആഹ്വാനം. കേരളത്തിന്റെ മുൻ മന്ത്രിയും LDF നേതാവുമായ ഡോക്ടർ കെ.ടി. ജലീൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് പ്രളയം, കോവിഡ്, നിപ്പ, ഉരുൾപൊട്ടൽ തുടങ്ങി നിരവധി ദുരന്തങ്ങൾ കേരളം നേരിട്ടപ്പോൾ പിണറായി വിജയൻ കാഴ്ചവെച്ച നേതൃത്വമാണ് ജലീൽ തന്റെ കുറിപ്പിലൂടെ എടുത്തുകാട്ടുന്നത്. അതോടൊപ്പം നിലവിലെ ഭരണരീതിയെയും പരോക്ഷമായി വിമർശിക്കുന്നതും പോസ്റ്റിൽ കാണാം. ജലീലിന്റെ കുറിപ്പ് തുടങ്ങുന്നത് തന്നെ വികാരനിർഭരമായ ഒരു വാചകത്തോടെയാണ്. മാപ്പിരക്കുക അയാളോട്. കഴിഞ്ഞ 10 വർഷക്കാലം ഒരു രക്ഷിതാവിനെ പോലെ കേരളത്തെ സംരക്ഷിച്ച നേതാവാണ് പിണറായി വിജയനെന്ന് ജലീൽ പറയുന്നു. കാറ്റും മഴയും പ്രളയവും മണ്ണിടിച്ചിലും കോവിഡും നിപ്പയും ഉൾപ്പെടെയുള്ള എല്ലാ വലിയ പ്രതിസന്ധികളിലും സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പിണറായി വിജയനാണെന്ന് ജലീലിന്റെ വിലയിരുത്തലിൽ ഉണ്ട്. ദുരന്ത സമയങ്ങളിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഓരോ കാര്യവും നേരിട്ട് വിലയിരുത്തുകയും ജില്ലാ കളക്ടർമാർ മുതൽ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ വരെയുള്ളവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ഏകോപിപ്പിക്കുകയും ചെയ്ത നേതാവായിരുന്നു പിണറായി വിജയനെന്ന് ജലീൽ പറയുന്നു. ഭരണ സംവിധാനത്തെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും അതാണ് അന്നത്തെ കേരളത്തിന്റെ വലിയ ശക്തിയെന്നും ജലീൽ അഭിപ്രായപ്പെടുന്നു. ദുരന്തങ്ങളുടെ ദിവസങ്ങളിൽ എല്ലാ വൈകുന്നേരവും മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ജനങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നുവെന്നും ജലീൽ ഓർമ്മിപ്പിക്കുന്നു. ആ വാർത്താ സമ്മേളനങ്ങൾ വെറും വിവരങ്ങൾ അറിയിക്കുകയെന്നത് മാത്രമായിരുന്നില്ല. ആശങ്കയിലായിരുന്ന ജനങ്ങൾക്ക് സർക്കാരിന്റെ ഇടപെടലുകളെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നൽകുകയും അവർ സുരക്ഷിതരാണെന്ന വിശ്വാസം പകരുകയും ചെയ്തിരുന്നുവെന്നാണ് ജലീലിന്റെ വാദം. അയാളുടെ ഗൗരവത്തിലുള്ള വരവും ഇരുത്തവും തുടങ്ങാം എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനം ആരംഭിക്കുന്ന രീതിയും ജനങ്ങൾക്ക് സമാധാനവും ആത്മവിശ്വാസവും നൽകി എന്ന വാചകത്തിലൂടെയാണ് ജലീൽ ആ അനുഭവം വിശദീകരിക്കുന്നത്. വിദേശത്തുണ്ടായിരുന്ന മലയാളികൾ പോലും സ്വന്തം കുടുംബങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് മനസ്സിലാക്കിയത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെയാണെന്നും ജലീൽ പറയുന്നു. ഇതിനൊപ്പം ദുരന്ത സമയത്ത് ഒരു ഭരണാധികാരി എങ്ങനെ പ്രവർത്തിക്കണമെന്നതും ജലീൽ തന്റെ കുറിപ്പിൽ വിശദീകരിക്കുന്നു. ദുരന്തബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ മുൻഗണനയെന്നും അനാവശ്യ യാത്രകളോ ആഘോഷ പരിപാടികളോ വ്യക്തിപരമായ കാര്യങ്ങളോ അതിന് തടസ്സമായിട്ടില്ലെന്നും ജലീൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം പേരെടുത്ത് പറയുന്നില്ലെങ്കിലും നിലവിലെ ഭരണ നേതൃത്വത്തെ ലക്ഷ്യമിട്ടുള്ള വിമർശനങ്ങളും ജലീലിന്റെ കുറിപ്പിലുണ്ട്. ദുരന്ത സമയത്ത് ജനങ്ങളുടെ കഷ്ടപ്പാടുകളേക്കാൾ മറ്റ് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയതെന്ന സൂചനയാണ് ജലീൽ നൽകുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല ദുരന്ത നിവാരണമെന്നും ഭരണ സംവിധാനം നേരിട്ട് രംഗത്തിറങ്ങിയാണ് പ്രവർത്തിക്കേണ്ടതെന്നും ജലീൽ പറയുന്നു. പ്രകൃതി ദുരന്തത്തിൽ നിരവധി പേർ മരിച്ച സാഹചര്യത്തിൽ ആഘോഷ പരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും പങ്കെടുക്കുന്നത് ശരിയായ സമീപനമല്ലെന്നും ജലീൽ അഭിപ്രായപ്പെടുന്നു. ഒരു ഭരണാധികാരിക്ക് എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മൗനം പാലിക്കണമെന്ന തിരിച്ചറിവ് നിർണായകമാണെന്നും ജലീൽ പറയുന്നുണ്ട്. പിണറായി വിജയന്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ജലീൽ തന്റെ കുറിപ്പിൽ വിശദമായി പറയുന്നുണ്ട്. ജനപ്രിയനാകാൻ വേണ്ടി അഭിനയിച്ച നേതാവല്ല അദ്ദേഹം. നടക്കാത്ത കാര്യം നടക്കില്ലെന്ന് തുറന്നു പറയുന്ന ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആരുടെയും മുൻസ്തുതി പാടുകയോ ജനപ്രീതിക്കായി തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും ജലീൽ പറയുന്നു. അധികാരത്തിൽ ഇരിക്കുമ്പോൾ പാർട്ടിയെ അറിയിക്കാതെ ഒരു കാര്യവും ചെയ്തിട്ടില്ലെന്നും വ്യക്തിപരമായ ലാഭത്തിനോ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങിയിട്ടില്ലെന്നും ജലീൽ അവകാശപ്പെടുന്നു. എതിർ രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബ വിഷയങ്ങൾ പോലും രാഷ്ട്രീയ ആയുധമാക്കിയിട്ടില്ലെന്നും ജലീൽ പറയുന്നുണ്ട്. അതേസമയം വലതുപക്ഷ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും പിണറായി വിജയനെ തെറ്റായി ചിത്രീകരിച്ചുവെന്നാണ് ജലീലിന്റെ ആരോപണം. ധിക്കാരിയെന്നും അഹങ്കാരിയെന്നും ഹൃദയശൂന്യനെന്നും അഴിമതിക്കാരനെന്നും പലവിധ ആരോപണങ്ങൾ ഉയർന്നിട്ടും അദ്ദേഹം അതിന് മറുപടി പറയാൻ ശ്രമിച്ചില്ലെന്നും കാലം തന്നെ മറുപടി പറയട്ടെ എന്ന നിലപാടായിരുന്നു പിണറായി വിജയന്റേത് എന്നും ജലീൽ പറയുന്നു. തന്റെ കുറിപ്പിന്റെ അവസാന ഭാഗത്ത് ജലീൽ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ആരാണ് അയാൾ? അതിന് ജലീൽ തന്നെ മറുപടിയും നൽകുന്നു. ഒരേ ഒരു പിണറായി വിജയൻ. തുടർന്ന് ആ മനുഷ്യനോട് കേരളം നന്ദികേട് കാട്ടിയെന്നും ഇന്ന് സംസ്ഥാനം നേരിടുന്ന ചില അവസ്ഥകൾ അതിൻ്റെ ഫലമാണോ എന്നും ജലീൽ ചോദിക്കുന്നു. ഒരു ജനതയ്ക്ക് അർഹിക്കുന്ന ഭരണാധികാരികളെയാണ് ലഭിക്കുക എന്ന ഫ്രഞ്ച് ചിന്തകൻ ജോസഫ് ട്രീ മൈസ്ട്രോയുടെ പ്രസിദ്ധമായ വാക്കുകളും ജലീൽ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി കേരളമേ മാപ്പിരക്കുക.
മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അയാളെ തെറ്റിദ്ധരിച്ചതിന് ക്ഷമാപണം നടത്തുക എന്ന ആഹ്വാനത്തോടെയാണ് KT ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. ഈ കുറിപ്പ് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒരു വിഭാഗം ജലീലിന്റെ വിലയിരുത്തലിനെ പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഇതിനെ രാഷ്ട്രീയ പ്രചരണമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ദുരന്ത നിവാരണത്തിൽ മുൻ LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങളും നിലവിലെ ഭരണത്തിന്റെ സമീപനവും തമ്മിലുള്ള താരതമ്യം ഇതിനോടൊപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. ജലീലിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് രാഷ്ട്രീയ ആരോപണങ്ങൾക്കും മറുപടികൾക്കും മാത്രമല്ല, ദുരന്ത സമയത്ത് ഒരു ഭരണാധികാരിയുടെ നേതൃത്വശേഷിയെക്കുറിച്ചുള്ള ചർച്ചകൾക്കും പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുകയാണ്.